കർത്താവിനെ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യം. അപ്പോൾ ഹാമാൻ വസ്ത്രവും കുതിരയും കൊണ്ടുവന്നു മൊർദെഖായിയെ വസ്ത്രം ധരിപ്പിച്ചു, കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീഥിയിൽ കൂടെ കൊണ്ടു നടന്നു. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷൻ ഇങ്ങനെ ചെയ്യും എന്ന് അവന്റെ മുമ്പിൽ വിളിച്ച് പറഞ്ഞു. ഇത് നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. അഹശ്വേരോസ് രാജാവിന്റെ സന്നിധിയിൽ നല്ല ഉയർച്ചയും ബഹുമാനവും ലഭിച്ച ഒരു മനുഷ്യനായിരുന്നു ഹാമാൻ. തന്റെ സകല പ്രഭുക്കന്മാരെക്കാൾ രാജാവിനോട് കൂടെ ഇരിക്കാൻ കസേര ലഭിച്ച ഒരു മനുഷ്യൻ. സാമ്പത്തികമായി നല്ല ഉയർന്ന മനുഷ്യൻ. കാരണം രാജാവിന് 10,000 താലന്ത് വെള്ളി കൊടുത്തുവിടത്തക്കവണ്ണം സമ്പത്തുള്ള ഒരു മനുഷ്യൻ, അധികാരം കയ്യിലുള്ള മനുഷ്യൻ. എന്നാൽ സമ്പത്തും അധികാരവും കൊണ്ട് ഒരു വംശത്തെ നശിപ്പിക്കാമെന്ന് വിചാരിച്ചു. അതിലുപരി ഒരു വ്യക്തിയോടുള്ള തന്റെ പകയാണ് ഇവിടെ വെളിവാക്കുന്നത്. മൊർദെഖായി എന്ന ദൈവമനുഷ്യൻ ഹാമാനെ വണങ്ങുവാനോ അമിത പരിഗണന കൊടുക്കാനോ താൻ പോയില്ല. താൻ സേവിക്കുന്ന ജീവനുള്ള ദൈവത്തിന് മുമ്പിൽ താൻ തലവണക്കി ആ ദൈവം മുമ്പിൽ താൻ നിലവിളിച്ചു, താൻ രട്ടുടുത്തു, ഉറക്കെ കരഞ്ഞു എന്നൊക്കെ നമ്മളെ പഠിക്കുന്നുണ്ട്. എന്നാൽ ആ മൊർദെഖായിയുടെ തല താഴ്ത്താൻ, തല കുനിക്കാൻ ഹാമാന്റെ അധികാരത്തിനോ തന്റെ സമ്പത്തിനോ കഴിഞ്ഞില്ല. ദൈവം അവന്റെ തലയെ ഉയർത്തി. സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, നീ എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും തന്നെ. ദൈവം മുമ്പിൽ തല കുനിക്കുന്നവന്റെ തല മറ്റുള്ള മുമ്പിൽ താഴുവാൻ സ്വർഗം സമ്മതിക്കില്ല. മറുവശം നാം ചിന്തിക്കുമ്പോൾ 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഒരുക്കി അതിൽ ഇഞ്ചിഞ്ചായി മൊർദെഖായിയെ തൂക്കിക്കൊല്ലാൻ വന്ന മനുഷ്യനാണ് ഹാമാൻ. എന്നാൽ ഒരുക്കിയ കഴുമരത്തിൽ മൊർദെഖായിയെ കയറ്റാൻ സ്വർഗം സമ്മതിച്ചില്ല. ഒരുക്കിയത് കഴുമരമെങ്കിലും ദൈവം മൊർദെഖായിക്ക് ഒരു കുതിരയെ ഒരുക്കി. നാം വ്യക്തമായി മനസ്സിലാക്കണം, അധികാരം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലില്ലേ, കരയുന്ന ഒരു ദൈവത്തിന്റെ പൈതലില്ലേ, നിലവിളിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലില്ലേ, ദൈവം മുമ്പിൽ തല താഴ്ത്തുന്ന ഒരു ദൈവത്തിന്റെ പൈതലില്ലേ, തല കുനിപ്പിക്കുവാൻ കഴിയുന്നതല്ല എന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കും. കഴുമരത്തിൽ കയറ്റാൻ വന്ന അവനെ കൊണ്ട് തന്നെ തന്റെ ഭക്തനെ ദൈവം കുതിരപ്പുറത്ത് കയറ്റിച്ചു. നമ്മുടെ ദൈവം എത്ര മഹാൻ എന്നോർക്കുക. നാം കഴുമരം കണ്ടോ, വൈരിയായവൻ ഒരുക്കുന്ന പദ്ധതികളെ കണ്ടോ നാം ഭാരപ്പെടുക. ഒരിക്കൽ ദാവീദ് ചെരുപ്പില്ലാതെ മല കയറിയെന്ന് നാം വായിക്കുന്നു. ഭയന്നാണ് മല കയറിയത്. പക്ഷേ ആ നടന്നു പോകുന്ന പോക്കിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ദൈവമേ, അഹീതോബേലിന്റെ ആലോചനയെ വൃഥാവാക്കണം. ആ നിമിഷം സ്വർഗം ഇടപെട്ടു. ദൈവമക്കൾ ഓർക്കണം, നമ്മുടെ കണ്ണുനീരിന് വിലയുണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്.
നാം ദൈവം മുമ്പിൽ തല കുനിക്കണം, ദൈവം മുമ്പിൽ തല വണക്കണം. നമ്മുടെ തല മറ്റുള്ള മുമ്പിൽ കുനിയുവാൻ സ്വർഗം സമ്മതിക്കില്ല. ആകയാൽ നിന്ദിക്കുവാൻ ഒരു കഴിവുമരം ഒരുക്കുക, ഉയർത്തുവാൻ ദൈവം ഒരു കുതിരപ്പുറം ഒരുക്കുമെന്ന് നാം ഗ്രഹിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ എല്ലാവർക്കും അനുഗ്രഹിച്ച് നൽകണം. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.